തൃശൂർ കുറ്റുമുക്കുപാടത്ത് മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ജ്വല്ലറി ഉടമയും മകനും ഭാര്യയും പിടിയിൽ. ഇക്കണ്ടവാര്യ റോഡിന് സമീപം പൂനം നിവാസിൽ വിശാൽ, ഭാര്യ ചിത്ര, പിതാവ് ദിലീപ് കുമാർ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ സഞ്ചരിച്ച കാർ ഇരുട്ടിൽ ഉറങ്ങിക്കിടന്ന രവിയുടെ ദേഹത്തുകൂടെ അബദ്ധത്തിൽ കയറുകയായിരുന്നു. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സംഭവം പുറത്തറിയാതിരിക്കാൻ മൃതദേഹം കാറിന്റെ ഡിക്കിയിലിട്ട് കുറ്റുമുക്കുപാടത്ത് ഉപേക്ഷിച്ചു. അതാണ് പ്രതികൾക്കെതിരെ. ഇതെങ്ങനെയാണ് തെളിവുകൾ ഉണ്ടായത്? ഈ മൃതദേഹം ആദ്യം കണ്ടെത്തുന്നു, പിന്നീട് ഈ പ്രതികളിലേക്ക് കേസ് അന്വേഷണം എത്തിയത് എങ്ങനെയാണ് സൂരജ്? ഈ മൃതദേഹത്തിന്റെ വയറ്റിൽ, അതായത് മരിച്ച ആളുടെ വയറ്റിൽ ഒരു മുറിവുണ്ടായിരുന്നു. ഈ വയറിലെ മുറിവിനോടൊപ്പം തന്നെ അവിടെ ഈ മാംസം അടർന്നു പോയത് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണമാണ് ഈ വാഹനാപകടത്തിലാണ് ഇയാൾ മരിച്ചതെന്ന് കണ്ടെത്തുന്നതിലേക്ക് നയിച്ചത്. പിന്നീട് ഈ ആളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ പിടിയിലായിരിക്കുന്നത്. തൃശൂർ ടൗണിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെ വെച്ച് അപകടമുണ്ടാകുന്നു. ഈ ഉറങ്ങിക്കിടക്കുകയായിരുന്ന രവിയുടെ ദേഹത്തുകൂടി അബദ്ധത്തിൽ കാർ കയറുകയായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഈ മൃതദേഹം പിന്നീട് കാറിന്റെ ഡിക്കിയിൽ കയറ്റി ഇവർ കിലോമീറ്ററുകൾക്കപ്പുറം മണ്ണൂത്തിയിൽ എത്തിച്ച് മണ്ണൂത്തി കുറ്റമുക്ക് പാടത്ത് ഉപേക്ഷിച്ച ശേഷം ഇവർ കടന്നു കളയുകയായിരുന്നു. എന്തായാലും CCTV-കൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പ്രതികൾ കസ്റ്റഡിയിലായിട്ടുള്ളത്. 3 പേർ നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇക്കണ്ടവാര്യ റോഡിന് സമീപം താമസിക്കുന്ന വിശാൽ, അതുപോലെ തന്നെ വിശാലിന്റെ ഭാര്യയായിട്ടുള്ള ചിത്ര, പിതാവ് ദിലീപ് കുമാർ എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. സ്മിത. യെസ്, സൂരജ് സജിയാണ് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും ചേർന്നത്.